ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയ്സുമാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന മിൽക്ക് പേടയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദമാവ് നന്നായി തെള്ളിയെടുത്തതാണ്. അതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ചെടുത്ത പഞ്ചസാര, അതേ കപ്പ് അളവിൽ തന്നെ എടുത്ത 1/2 കപ്പ് ബട്ടർ, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി. ഞാനൊരു പാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 ഭാഗത്തോളം ബട്ടർ ഇടുവാണ്. നെയ്യ് ഉരുകുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് മൈദമാവ് ഇടാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതിന് വരെ നമുക്കിത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് പോയി കളറൊക്കെ ഒന്ന് മാറി കണ്ടമാനം കരിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലും താഴെ മതി, എന്നാൽ ലോ ഫ്ലെയിമിലും മുകളിലായിരിക്കണം. അങ്ങനെ ആദ്യം നമുക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടി നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഏറെക്കുറെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എത്തണം. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചെങ്കലാണ് കട്ട വെച്ചിരിക്കുന്നത്. അങ്ങ് തീർത്ത് ഹാർഡ് ആകുകയും വേണ്ട, എന്നാൽ കണ്ടമാനം അങ്ങ് ലൂസ് ആകുകയും വേണ്ട. ഒരു പേസ്റ്റായിട്ടുള്ള രൂപത്തിലെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാകണം. കട്ടയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കിടാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ നിറയെ പാൽപ്പൊടി നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ഇടാം. നമുക്ക് ഇത് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഏലക്ക പൊടിച്ചിടാം. ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ടിടാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് വരേണ്ടത്. ഇത് കൂടുതൽ ലൂസാണെങ്കിൽ അല്പം വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ പാൽപ്പൊടി ഇട്ടാൽ മതി. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് ആക്കിയെടുക്കാം. വട്ടം വേണമെങ്കിൽ ഇങ്ങനെ വേറെ ഷേപ്പിലാക്കിയെടുക്കണമെങ്കിൽ വന്നിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ നമുക്കിന്നാൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഷേപ്പുള്ളൊരു പാത്രം നമ്മൾ വെച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല വെക്കുന്നത്. നമുക്ക് കടയിലൊക്കെ കിട്ടുന്നത് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡിഷിലേക്ക് അല്പം നെയ്യ് നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് ഞാനിപ്പോൾ ഇടുന്നത്. ഒരു സ്റ്റീൽ പാത്രത്തിനകത്തേക്കോ അല്ലെങ്കിൽ അതുപോലെ വേറെ നമുക്കിതൊന്ന് ലെവലാക്കി വെക്കാം. നല്ലതായിട്ടൊന്ന് നിങ്ങൾക്കിത് സ്റ്റീൽ പാത്രത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിഷിലാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഫ്രീസറിലൊന്ന് വെക്കാം. ഇത് ഹാർഡാകുന്നതിന് വേണ്ടിയില്ല, ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇച്ചിരി ഉറച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിങ്ങനെ അങ്ങ് ചാടിക്കോളും. ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. മുറിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മുറിക്കാൻ.
നമുക്ക് ഏതായാലും പൊടിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽപ്പേട റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം, തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. വായിലിട്ടാൽ അളിത്തു പോകും എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.